നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോഴൊക്കെ ചില സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചില പെണ്ണുങ്ങളോട് ഒരു ഉളുപ്പമില്ലാതെ ആണുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ തന്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ടോ ഇവിടെയെന്ന്. ഈ ചോദ്യത്തിന്റെ പുറകിൽ എന്താ നമ്മുടെ യഥാർത്ഥമായ പ്രശ്നം? പണമാണെന്നേ. കെട്ടിയ പെണ്ണ് കൂടെ കിടക്കുന്നില്ലെങ്കിൽ അന്യായ പെണ്ണിന്റെ കൂടെ കിടക്കണമെങ്കിൽ കാശ് കൊടുക്കണമെന്നേ അവൾക്ക്, അല്ലെങ്കിൽ അവൾ സർവീസ് ചെയ്ത് തരില്ല. നമുക്ക് മക്കളെ പഠിപ്പിക്കണോ? കാശ് കൊടുക്കാണ്ട് ആരാ ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചു തരിക? നിങ്ങൾ പറയും സർക്കാർ പഠിപ്പിക്കുമെന്ന്. നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ കൊലയാളിയുടെ പേരാണ് സർക്കാർ എന്ന്. നിങ്ങൾക്കറിയാമോ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ഭാഗ്യക്കുറി ഇറക്കി ഓണം ബമ്പർ പൊട്ടും. നിങ്ങൾക്കറിയാമോ, ഓണം ബമ്പറിന് കിട്ടാൻ പോകുന്നത് 25 കോടി. ഈ 25 കോടിക്ക് വേണ്ടി അച്ചടിച്ച 25 ലക്ഷം ടിക്കറ്റുകൾ ഒന്നാം ദിവസം വിറ്റഴിഞ്ഞ നാടാണ് നമ്മുടെ കേരളം. നിങ്ങൾക്ക് മനസ്സിലായോ അതിൻ്റെ ഇക്കണോമിക്സ് എന്താണെന്ന്? അടുത്ത മാസം പകുതിയാകണം ഈ സാധനം ഒന്ന് വിറ്റു തീർക്കണമെങ്കിൽ. അവരടിക്കാൻ പോകുന്ന 25 ലക്ഷം ടിക്കറ്റ് തീർന്നു. ഇന്നത്തെ പത്രം വായിക്കുക, 10 ലക്ഷം ടിക്കറ്റ് അടിക്കാൻ പോവാ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ. എന്തിനാണെന്നറിയാമോ? പണിയെടുക്കാതെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മന്ദബുദ്ധികളുണ്ട് ഇവിടെ. അവരെ പറ്റിച്ച് അവരുടെ കയ്യിൽ ഉള്ളതുകൂടെ പിടിച്ചു പറിക്കാനുള്ള സർക്കാരിൻ്റെ കുതന്ത്രത്തിൻ്റെ പേരാണ് ഭാഗ്യക്കുറി എന്ന് പറയുന്നത്. ആരെ ഭാഗ്യക്കുറി എടുക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യക്കുറി എടുക്കുന്നവർ പാലക്കാട് ജില്ലയിലുള്ളവരാ. കേരളത്തിൽ ഏറ്റവും ദരിദ്രവാസികൾ താമസിക്കുന്ന ജില്ലയാ പാലക്കാട്. സർക്കാരിനെ സംബന്ധിച്ച് കാശുണ്ടാക്കണം. നാട്ടുകാരെ മുഴുവൻ വെള്ളമടിപ്പിച്ചാൽ മതിയല്ലോ, മുട്ടിന് ബാറുകൾ തുടങ്ങിയിട്ടാൽ മതിയല്ലോ, വളർന്ന മുഴുവൻ തലമുറയെയും ഈ ദുരന്തത്തിലേക്ക് വലിച്ചിട്ടാൽ മതിയല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്ലാമിന് മദ്യം ഹാറാമാണ്, മദ്യപിക്കുമെന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന വാക്ക് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നൊരു പ്രശ്നമല്ലെന്നേ. ഈ കേരളത്തിൽ ഏറ്റവും അധികം മദ്യപാനികളുള്ളത് അങ്ങേറ്റം നാണക്കേടോടെ ഞാൻ പറയട്ടെ ക്രിസ്ത്യാനികളാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമടിക്കാറുള്ളത് ക്രിസ്തു മതത്തിലാണ്. പക്ഷെ ഞാൻ ഭയപ്പെടുത്തുന്നൊരു സത്യം നിങ്ങളോട് പറയട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ കേരളത്തിലേക്ക് ഏറ്റവും അധികം പുത്തൻ തലമുറയെ മദ്യപാനികളാക്കുന്ന സംസ്കാരം മുസ്ലിമിലാണിപ്പോൾ. സങ്കടത്തോടെ പറയട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോളേജുകളിൽ പോകുമ്പോൾ ഇന്ന് വെള്ളമടിക്ക് ആണെന്നോ പെണ്ണെന്നൊന്നും വ്യത്യാസമില്ലെന്നേ. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യാസമില്ലെന്നേ. ഞാൻ പറയുന്നത് സർക്കാരിനിത് കഴിയും. ഇങ്ങനെയൊക്കെ സർക്കാർ എടുക്കുന്ന പണം കൊണ്ടാണല്ലോ സ്കൂൾ കെട്ടിടം പണിയണതും ടീച്ചർക്ക് ശമ്പളം കൊടുക്കണതും. ഓർക്കുക, പണം പണമാണ്. പണത്തെ പറ്റിയുള്ളൊരു ചിന്ത ഇതാണ്, എന്തിനാണ് ഈ പണം? 3 കാര്യങ്ങൾ തുടക്കത്തിൽ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. 1 വരുമാനം, 2 ചിലവുകൾ, 3 നാളേക്കുള്ള മാറ്റിവെക്കലുകൾ. ഈ 3 കാര്യങ്ങൾ ഒതുങ്ങുകയാണ് സാമ്പത്തിക ശാസ്ത്രം. 1 വരുമാനം. എന്താണ് നിങ്ങളുടെ വരുമാനം എന്നാലോചിച്ച് നോക്കുക. വരുമാനമുണ്ടാകാൻ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് 4 വഴികളാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമിയുള്ളവന് വാടക കിട്ടും, അധ്വാനിക്കുന്നവന് കൂലി കിട്ടും, ക്യാപിറ്റലുള്ളവന് ഇൻട്രസ്റ്റ് കിട്ടും, മൂന്നാമതായി പറയുക ഓർഗനൈസ് ചെയ്യുന്നതിന് ലാഭം കിട്ടും. ഇതാണ് മനുഷ്യൻ്റെ ഒരേ ഒരു വരുമാനം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തൊരു വരുമാനം ഈ ഭൂമിയിലില്ല. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഒന്നാമത്തെ കാരണം വരുമാനമില്ല എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പരിഹരണം എന്ന് പറയുന്നത് വരുമാനമുണ്ടാക്കലാണ്. ഇനി എങ്ങനെ വരുമാനമുണ്ടാക്കാം? നാം സംസാരിക്കുന്ന സമൂഹത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരെ പറ്റിയാണെങ്കിൽ അവർക്ക് ഭൂമിയില്ലല്ലോ. സ്വന്തമായി അവകാശപ്പെടാൻ വീട് വെക്കാൻ ഭൂമി പോലും ഇല്ലാത്തവരാണല്ലോ കുറേ മനുഷ്യർ. രണ്ടാമത്തെ കാര്യം, അവർക്ക് സ്വന്തമായി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലല്ലോ. എൻ്റെ എന്ന് അവകാശപ്പെടാൻ എന്ത് നിക്ഷേപമാണ് ഈ പാവപ്പെട്ട മനുഷ്യന് ബാങ്കിലുള്ളത്? ഇല്ലല്ലോ. അല്ലെങ്കിൽ സംഘാടനം എന്ന് പറഞ്ഞൊരു കലയുണ്ട്. അത് ലീഡർഷിപ്പാ, അത് കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റിയാ, അത് മാനേജ്മെൻറ്റ് സ്കില്ലാ. ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെ ഓർഗനൈസറാകും, എങ്ങനെ ബിസിനസ്മാനാകും? ഞാൻ പറയുന്നത്, ഇനി അവൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ഒരേ ഒരു വിഭവമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അധ്വാനം. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കാശുണ്ടാക്കാൻ ഈ ലോകത്തൊരു വഴിയേ ഉള്ളൂ. പണമുണ്ടാക്കാൻ ഈ ലോകത്തും പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയെ പറയുന്നവരാണ് പണിയെടുക്കുക, പണം വരും. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, എന്ത് പണിയെടുക്കും? എന്ത് പണിയെടുക്കും? എന്ത് പണിയെടുക്കും ചോദിക്കുമ്പോൾ 3 പണികളാണ് നമ്മുടെ മുമ്പിൽ ആദ്യം തെളിഞ്ഞു വരിക. ഒന്ന് സർക്കാർ ഉദ്യോഗം, രണ്ടാമത്തേത് ഏതെങ്കിലും സ്വകാര്യ മുതലാളിക്ക് വേണ്ടി പട്ടിപ്പണി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായി ചെയ്യുക. മറ്റൊരു പണി കൂടി ഉണ്ട് കേട്ടോ, തെണ്ടൽ. അത് നല്ലൊരു പണിയാണ്. ഒരിക്കലും തെണ്ടി മറ്റൊരു തെണ്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ പണി കിട്ടി ഞാനൊക്കെ തെണ്ടിപ്പോയതാണ്. നീ പോടെ തെണ്ടിയെന്ന് മറ്റോ പറയുകയും ചെയ്തു. ഈ പണി കിട്ടിയില്ലെങ്കിൽ ഞാനൊക്കെ തെണ്ടിപ്പോയേനെ എന്ന് പറയും. കാരണം തെണ്ടലാണല്ലോ പണി. ഈ പണിയെപ്പറ്റി എനിക്ക് വല്ലാത്ത വേദനയുണ്ട്.
നമ്മുടെ വീടുകളിൽ ഒരുപാട് മക്കൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിച്ചക്കാരാ. നേരം വെളുക്കുമ്പോൾ തുടങ്ങും അച്ഛാ, കൊടുത്തില്ലെങ്കിലോ? അറ്റ കഴിക്കവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയെന്ന് ചോദിക്കും. കാരണം ആവശ്യപ്പെട്ട പണം കൊടുത്തില്ലെങ്കിൽ എന്താ അവസ്ഥ? കൊച്ചു വെളുപ്പാങ്കാലത്ത് കെട്ടിയവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കെട്ടിയവൾ പറയുന്നു 50 രൂപ തരുമോ? ഒരു ഭാഷ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. 50 രൂപ തരുമോ? എന്താണ് ഈ 50 രൂപ? 50 രൂപ തരുമെന്ന്. അത് ഇരന്ന് വാങ്ങാതെ അവളുടെ കയ്യിൽ സ്വന്തമായിട്ടില്ലല്ലോ. നിനക്ക് എന്തിനാണ് 50 രൂപ? അതെനിക്കൊരാവശ്യമുണ്ട്. നീ എന്തിനാണെന്ന് പറ. അതൊരാവശ്യമുണ്ട്, നീ എന്തിനാന്ന് പറയടി. പറയാനേ തരുള്ളൂ. പിന്നെ അവള് കരച്ചിലായി പിഴിച്ചിലായി സകല ദ്വാരങ്ങളിലൂടെ ജലപ്രവാഹമായി. ഞാൻ നിങ്ങളോടല്ലുണ്ട്, പിന്നെ ബഹളമായി. അവസാനം ഗതി കെട്ടവൾ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ആർത്തവരക്തം വാർന്നു പോകുന്നതിനുള്ള നാപ്കിൻ പാഡ് വാങ്ങാനാണ് 50 രൂപ എന്ന് പറയേണ്ട ഗതികെട്ട ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ തരം താന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? കാശില്ലാത്തത് കൊണ്ടാണ്. 50 രൂപയ്ക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ? ഈ പണം കണ്ടെത്താൻ അന്യായമായ മാർഗങ്ങളിലേക്ക് നമ്മുടെ മക്കൾ തിരിയുന്നത് എന്തുകൊണ്ടാണ്? മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക്, കൂട്ടിക്കൊടുപ്പുകളിലേക്ക്, കൊട്ടേഷൻ ടീമുകളിലേക്ക് ഒക്കെ നമ്മുടെ കൂട്ടി വഴിമാറിപ്പോകാൻ കാരണം എന്താ? തന്തയും തള്ളയും കാശ് തരുന്നില്ലെങ്കിൽ എങ്ങനെ കാശുണ്ടാക്കണം ഞങ്ങൾക്കറിയാന്നേ എന്ന് പറയുന്നൊരു തലമുറയിലേക്കല്ലേ? അതുകൊണ്ട് ഓർക്കുക, വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ദിവ്യമായ വരുമാന മാർഗം അധ്വാനമാണ്, മനുഷ്യൻ്റെ അധ്വാനം. ഇവിടെ ഏത് മുതലാളി മുതലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് തൊഴിലാളിയുടെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണെന്നാണ് കാൾ മാർക്സ് പറഞ്ഞു വെച്ചത്. ചൂഷണം ചെയ്യാൻ നിങ്ങൾ നിന്നോടുതിരുന്നത് അയാൾ ചൂഷണം ചെയ്തത്. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ സർക്കാർ ചൂഷകനാണ്. സംഘടിതമായ എക്സ്പ്ലോയിറ്റേഷനാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. ഏതൊരു മുതലാളിയും കാശുണ്ടാക്കാതെ ഒരു തൊഴിലാളിക്കും ഒന്നും കൊടുക്കില്ലെന്നേ. രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളൊരു വഴി ഇതാണ്, സ്വയം തൊഴിൽ. നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്തു തുടങ്ങാം. ഈ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ പറയുമ്പോൾ സർക്കാർ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. വൻകിട വ്യവസായങ്ങളായാലോ? നെഹ്റുവിയൻ കാഴ്ചപ്പാടനുസരിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ വൻകിട വ്യവസായങ്ങൾ വരണ്ടേ. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് നമുക്ക് ചെറുകിട വ്യവസായങ്ങളായാലോ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഈ സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് 250 കോടി വരെയാ ഈ സ്മോൾ സ്കെയിൽ. ഇതിനിടയിൽ നിൽക്കുന്നൊരു സാധനം മൈക്രോ എന്റർപ്രൈസ്, സൂക്ഷ്മ സംരംഭങ്ങൾ. അതുണ്ടല്ലോ 5 കോടിയാ. ഇതൊക്കെയാണ് ചെറുകിട എന്ന് പറയുന്നത്. ഈ 5 കോടി നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പം അതിനേക്കാൾ താഴേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റുമോ? എവിടെയാണ് ഞാനൊരു സങ്കല്പം അവതരിപ്പിക്കുന്നത്, നാനോ എൻട്രപ്രണർഷിപ്പ്. നാനോ എന്ന വാക്കിനർത്ഥം കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റത് എന്നാണ് അർത്ഥം. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നാനോ എന്ന വാക്കുകൊണ്ട് പറയുക. പണ്ട് ടാറ്റ നാനോ കാർ ഉണ്ടാക്കിയ കഥ നിങ്ങൾക്കറിയാം. എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാവോ നിങ്ങൾക്ക്? പെരുമഴയത്ത് ഒരച്ഛനും അമ്മയും കൂടെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ബൈക്കിൽ നനഞ്ഞു കുതിർന്ന് പോകുന്നത് കണ്ടപ്പോൾ മനസ്സലിവ് തോന്നിയ ടാറ്റ പറഞ്ഞു, ഇവർക്ക് നനയാതെ പോകാൻ സുരക്ഷിതമായൊരു വാഹനം ഉണ്ടാക്കണം. 1 ലക്ഷം രൂപയിൽ ഒതുങ്ങിയത്. അങ്ങനെ ഉണ്ടാക്കിയതാണ് നാനോ. പക്ഷെ നാനോക്കാരനെ പൊളിച്ചടക്കി കൈ കൊടുത്തത് നമ്മുടെ അഹങ്കാരമാണ്. എന്താണ് അഹങ്കാരം? ആരെങ്കിലും നാനോയിൽ പോകുന്നത് കണ്ടാൽ ഞങ്ങളുടെ തൃശ്ശൂർക്കാർ പറയും മൂട്ടക്കാറ്, മൂട്ട. ആ കാറിൽ പോകുന്നവനെ എല്ലാവരും കളിയാക്കുന്നു. ആരാണ് ഈ മൂട്ടക്കാർ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിങ്ങൾ നോക്കിയിട്ടുണ്ടാ? സ്വന്തമായിട്ട് മൂട്ടിൽ വയ്ക്കാൻ സൈക്കിൾ പോലും ഇല്ലാത്തവൻ, അവനാണ് ഈ മൂട്ടക്കാർ എന്ന് പറയുന്നത്. ഈ ഒരു സംസ്കാരമുണ്ടല്ലോ, അഹങ്കാരത്തിൻ്റെ സംസ്കാരം. അതുകൊണ്ടാണ് നാനോ പരാജയപ്പെട്ടു പോയത്. നാനോ വീണ്ടും പരീക്ഷണം നടത്താൻ പോവുകയാണ്. പ്രകൃതിജന്യമായിരിക്കുന്ന വാതകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണവും ഇപ്പോൾ ഏറ്റവും പുതിയ വരാൻ പോകുന്നത് ബാറ്ററി, നമ്മൾ പറയുന്ന ഇലക്ട്രിക്കും എന്തുമാകട്ടെ നമ്മളത് പൊളിച്ച് കൈ കൊടുക്കും. ഞാൻ ഓർമ്മിച്ചു പറഞ്ഞ കാര്യം ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ചിലവുകൾ നമ്മൾ പറഞ്ഞു. ഈ വരുമാനത്തിൽ നമ്മൾ കണ്ട സ്വയം തൊഴിലുകളെ പറ്റി പറയുമ്പോൾ നാനോ എന്ന കോൺസെപ്റ്റ് പറഞ്ഞതാണ്. ഞാൻ അവതരിപ്പിക്കുന്നൊരു ആശയം അതാണ് നാനോ. ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ. എൻ്റെ നാനോ സങ്കല്പത്തിന് 4-5 മുഖങ്ങളുണ്ട്. നമ്പർ 1, അതിൻ്റെ പ്രത്യേകത നമ്പർ 1 ഹാൻഡ് മെയ്ഡ്. കൈകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. കൈകൊണ്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, മെഷീനറി വേണ്ട, അത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമോ വൈദ്യുതിയോ നമുക്ക് വേണ്ട. അത്രയും ലളിതമായൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 500-ലേറെ ഉൽപ്പന്നങ്ങൾ കൈകൊണ്ടുണ്ടാക്കാൻ എനിക്കറിയാം. അപ്പോൾ പിന്നെ അതിന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു കൊറോണ കാലം ഉണ്ടായി ചാലക്കുടിയിൽ.
ഈ കൊറോണ കാലത്ത് എല്ലാ ദിവസവും രാവിലെ ഞാനും ഭാര്യയും അമ്മയും മക്കളും കൂടി ഈ TV-യിൽ കുർബാന കാണാനിരിക്കും. ഈ കുർബാനയ്ക്കിടയിൽ ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയതൊരു 40 മുതൽ 50 വരെ കുടയുണ്ടാക്കി വയ്ക്കും. എങ്ങനെയാണെന്നറിയാമോ? കുടയുടെ കമ്പി കെട്ടി അതിൻ്റെ മൂട് ഫിറ്റ് ചെയ്ത് എൻ്റെ മോളുടെ കയ്യിൽ കൊടുത്താൽ അവൾ അതിൻ്റെ തുമ്പ് കെട്ടി അവളുടെ അനിയൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവൻ അതിന് 28 റിവിറ്റുകൾ ഫിറ്റ് ചെയ്ത് അതവൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്താൽ അമ്മ അതിൻ്റെ ഇട കെട്ടി ബെൽറ്റ് പിടിപ്പിച്ച് അമ്മമ്മയുടെ കയ്യിലേക്ക് കൊടുത്താൽ അമ്മമ്മ അത് കവറിലാക്കി ഇങ്ങനെ വെക്കും. അങ്ങനെ 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുർബാന കഴിയുമ്പോഴേക്കും 40 കുട. അപ്പം എന്നോട് ഒരുപാട് വിശ്വാസികൾ ചോദിച്ച ചോദ്യം ഇതാണ്, കുർബാനയ്ക്കിടയിലാണോ കൊടപ്പണി? ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല. കൊടപ്പണിക്കിടയിൽ കുർബാന കണ്ടു എന്നൊരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കുർബാനയ്ക്കിടയിൽ വർഗീസ് പോൾ കുടയുണ്ടാക്കിയിട്ടില്ല. കുടയുണ്ടാക്കുന്നതിനിടയിൽ ഞാനൊരു കുർബാന കണ്ടാൽ അത് തെറ്റായി പോവോ? ഇല്ലെന്നാ എൻ്റെ വിശ്വാസം. ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്വീകരണ മുറിയിൽ പരദൂഷണം പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന തൊഴിലല്ലേ കുടയുണ്ടാക്കുക എന്ന പരിപാടി. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ മൊബൈൽ ഫോൺ റിപ്പയറിങ്. എല്ലാവരുടെ ഏത് പിച്ചക്കാരുടെ കയ്യിൽ എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. കണ്ട, നമ്മൾ പറയുന്നത് എന്തെന്നറിയാമോ? ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യണ്ടേ നമുക്ക്? ഈ ഇട്ടിരിക്കുന്ന ബൾബുകൾ മുഴുവൻ എന്തെന്ന് നിങ്ങൾക്കറിയാമോ? LED. ഈ LED ബൾബിൻ്റെ വില നിങ്ങൾക്കറിയാമോ? ഞാൻ LED ബൾബ് ഹോൾസെയിൽ വിൽക്കുന്ന വില 35 രൂപയാണ്, വിത്ത് 1 ഇയർ ഗ്യാരണ്ടി. ഒരൊറ്റ കൊല്ലം ഗ്യാരണ്ടിയില്ല 35 രൂപയ്ക്ക്. അപ്പോൾ ചിലർ ചോദിക്കും, തനിക്കെന്ത് കിട്ടുമെന്ന്? ഒന്നും കിട്ടാണ്ട് വർഗീസ് പോളി പണിക്ക് ഇറങ്ങൂലെന്നേ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ 1 മണിക്കൂർ സമയം തന്നാൽ LED ബൾബ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ LED ക്ലിനിക് എന്നൊരു പരിപാടിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഫ്യൂസായി പോയ മുഴുവൻ ബൾബുകളും കൊണ്ടുവന്ന് തരിക, സൗജന്യമായി നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാം. സ്പെയർ പാർട്ടുകളുടെ പൈസ മാത്രം തന്നാൽ മതി. നിങ്ങളെ കൊണ്ട് റിപ്പയർ ചെയ്യിപ്പിക്കുക ഞങ്ങളല്ല. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ എന്തെല്ലാം ഇനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കും. വാഷിംഗ് പൗഡർ, സോപ്പ്, തുള്ളിനീളം, കോൾഗേറ്റ്, വിക്സുറി, വായ്വ, ഡെറ്റോൾ, ഫിനോൾ, ചന്ദനത്തിരി, മെഴുകുതിരി, സാമ്പ്രാണിത്തിരി, കൊതുകുതിരി, കൊട, ചെരുപ്പ്, പേപ്പർ കവർ, അങ്ങോട്ട് ശ്വാസം മുട്ടി ചാവും. നിങ്ങളുടെ ഡെഡ് ബോഡി ചാലക്കുള്ളെത്തിക്കേണ്ടി വരും. എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കറിയാമോ? നമ്മുടെ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കാവുന്ന ഉൽപ്പന്നങ്ങൾ. അവിശ്വസനീയമായ കഴിവുകളല്ലേ തമ്പുരാൻ ഈ കൈകൾ നിക്ഷിപ്തമാക്കിയിരിക്കുക. അതിനെ നമുക്കൊന്ന് ഉപയോഗിച്ചാൽ പഠിച്ചാൽ പോരെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോം മെയ്ഡ്. വീടാണ് ഫാക്ടറി, വീട്ടുകാരാണ് തൊഴിലാളികൾ. നമുക്ക് കെട്ടിയോനും കുട്ടികൾക്കും വേണ്ടി വന്നാൽ പട്ടികൾക്കും, അത്രയും കഴിവുള്ള പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പട്ടി പോയിട്ട് പത്തെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരില്ലേ? മോനോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ തന്തയ്ക്ക് വേണം എടുത്തോളാൻ പറയും. മക്കളെക്കാരെ അനുസരിച്ചുള്ള ഒരുപാട് പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പട്ടികളെയും കൂടുതൽ കൂട്ടുന്നത് കൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ കുടുംബാംഗങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെട്ട് നോക്കൂ. ഓരോരോ കാര്യങ്ങൾ. ഹർഷൻ ഭായ് പട്ടേൽ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി വാഷിംഗ് പൗഡർ ഉണ്ടാക്കിയത് വീട് വീടാന്തരം കൊണ്ടു നടന്ന് സൈക്കിളിൽ കൊണ്ടുവന്ന് അയാൾ വിറ്റു. കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ്റെ കെട്ടിയവളും ഇയാളുടെ കൂടെ കൂടി. കെട്ടിയവൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കി കൊടുക്കും, ഇവൻ സൈക്കിളിൽ നാടുകളെ കൊണ്ടുപോയി വിറ്റ് കൊടുക്കും. അയാൾക്കൊരു മകളുണ്ടായി. ആ മകളുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിർമ്മ. വാഷിംഗ് പൗഡർ നിർമ്മ. നിങ്ങൾക്കറിയാമോ നിർമ്മ എന്ന പെൺകുട്ടി? ഈ കൊച്ചുകുട്ടി, അവളുടെ പിഞ്ചുകരങ്ങൾ, അവളുടെ സോഫ്റ്റ് അത്രയും മൃദുവായിരിക്കുന്ന ശരീരം, ആ കൊച്ചു വന്ന് ഈ കെമിക്കല് കൈയിടുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ പറയുമായിരുന്നു കൈയെടുക്കടിയെന്ന്. അവൾ പറയും, അച്ഛന് കൈയിടാമെങ്കിൽ അമ്മയ്ക്ക് കൈയിടാമെങ്കിൽ എന്താ ഞാനിപ്പോൾ കൈയിട്ടാല്? ഏതായാലും അങ്ങനെ കൂട്ടത്തിൽ കൂടി വളർന്ന ആ പെൺകുട്ടി, പക്ഷെ അച്ഛൻ ആ പൊന്നുമോളെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഹർഷൻ ഭായ് പട്ടേൽ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിലെ 3ാം സ്ഥാനക്കാരനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഏറ്റവും അധികം കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്ന നിർമ്മ എന്ന മകളുടെ പേരുള്ള യൂണിവേഴ്സിറ്റി ആരംഭിച്ചതും ഹർഷൻ ഭായ് പട്ടേലാണ്. എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ മെല്ലെ മെല്ലെ തുറന്നു തുടങ്ങുന്നത്? തൃശ്ശൂർക്കാരനായ ഒരു മനുഷ്യൻ, നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ഏറ്റവും അധികം കോടീശ്വരന്മാരുള്ള ജില്ല തൃശ്ശൂരാണ്. അഹങ്കാരം പറയുന്നതല്ല, വേണേൽ കണക്ക് പരിശോധിച്ചോളൂ. ഏറ്റവും അധികം അതിലൊരാളുടെ പേരാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. സർക്കാർ ജോലിയായിരുന്നു കെൽട്രോൺ എന്ന സ്ഥാപനത്തിൽ, നിസ്സാരമായ ശമ്പളത്തിന്. അതുപേക്ഷിച്ച് വീട്ടിൽ വന്ന് ഓല ഷെഡ് കൊണ്ട് ചായ്പ് മുറി കെട്ടി അവിടെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം അസംബിൾ ചെയ്തൊരു സാധനത്തിൻ്റെ പേരാണ് സ്റ്റെബിലൈസർ. അത് വളർന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഏറ്റവും അധികം കയറ്റുമതി സ്റ്റെബിലൈസറിൻ്റെ ലോകത്തേക്ക് വളർന്നു പോയത് ചരിത്രമാണ്. അയാളുടെ കഥകളൊക്കെ പറഞ്ഞാൽ എങ്ങും നമ്മൾ നിന്നെത്തില്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എങ്ങനെയാണ് ഒരു ഹോം ഇൻഡസ്ട്രി വീട്ടിൽ തുടങ്ങി ഒരു വൻ പ്രസ്ഥാനമായി മാറുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർട്ട് മെയ്ഡ്. ചങ്ക് പറിച്ചു പണിയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? നമ്മുടെ മനുഷ്യർ ബേസിക്കലി മടിയന്മാരാ. നമുക്കറിയാം ആരാണ് ആദ്യം എഴുന്നേൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ അനുഭവത്തിൽ വീട്ടിലെ പെണ്ണുങ്ങളാ.
നിങ്ങളുടെ അനുഭവത്തിൽ മറ്റെന്താണോ എനിക്കറിയാൻ പാടില്ല. എൻ്റെ അനുഭവത്തിൽ വീട്ടിൽ പെണ്ണുങ്ങളാ. കെട്ടിയവൻ ചുരുണ്ടുകൂടി കിടന്ന് ഉറക്കം വിളിച്ച് കൂർക്കം വലിച്ച് കിടക്കുമ്പോഴും അടുക്കളയിലെ പണികൾ തീർക്കാത്തത്ര പണികൾ ചെയ്യുന്നവരാണ് നമ്മുടെ പെണ്ണുങ്ങൾ. ഇത്രയും പണിയൊക്കെ എടുത്തിട്ട് പാടത്തും പറമ്പിലും പോയി പണിയെടുത്ത് വർക്കയിൽ പോയി തലച്ചുമടൽ സിമെന്റും ചുവന്നൊക്കെ വരുന്ന ഒരുപാട് പെണ്ണുങ്ങളെ എനിക്കറിയാം. കുടുംബശ്രീയിൽ നാട്ടിൻപുറത്തുള്ള പെണ്ണുങ്ങളുടെ ഹരിതകർമ്മ സേനകളിലൊക്കെ ചുമന്നെടുക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം. ഞാനത് പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യരുടെ ചങ്കുപൊട്ടി പണിയെടുക്കാൻ തയ്യാറായ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കുറേ പരിശീലന പരിപാടികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഉൽപ്പന്നം വിറ്റഴിക്കുക വിചാരിച്ചത്ര എളുപ്പമല്ല. ഏതൊരു ഉൽപ്പന്നവും ഉണ്ടാക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും ഹാർപ്പിക് എന്നൊരു സാധനം ഉണ്ടാക്കി കാണണോ? ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം. Give me 2 minutes. 2 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഹാർപ്പിക് ഉണ്ടാക്കി കാണിച്ചു തരാം. പക്ഷേ ആ ഹാർപ്പിക് ഇവിടെ ഉണ്ടാക്കി ഞാനിവിടെ വിറ്റാൽ നിങ്ങൾ എന്നെ പറ്റി കമൻ്റ് അടിക്കും. അയാൾ വന്ന് ഹാർപ്പിക് ഉണ്ടാക്കി അതും വിറ്റ് മിടുക്കൻ എന്ന് പറയും അല്ലേ? കാരണം ഇതാണ് മാർക്കറ്റിങ്ങിൽ വരുന്ന ഏറ്റവും വലിയ. നമ്മുടെ ഉള്ളിലെ മടിയും പേടിയും നാണവും അപകർഷതയും മൂലം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മടിയോ പേടിയോ നാണമോ ഇല്ലാത്ത ജെഫ് ബെസോസ് ആമസോണിലൂടെ മാർക്കറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അടിവസ്ത്രം വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന കമ്പനിയുടെ പേരാണ് ആമസോൺ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ചാരായം വാറ്റുന്ന കെറ്റിൽ വേണോ? ബ്രുവേജ് കെറ്റിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് ആര് തരും? ആമസോൺ തരുമെന്നേ. അവരൊക്കെ വലിയ വലിയ കമ്പനികളല്ലേ. നമ്മൾ പറയുന്നത് അവന് ഒരു മടിയുമില്ല, പേടിയില്ല, നാണമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ അത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റും. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സങ്കടമാണ്. ചിലതൊക്കെ വിൽക്കാൻ നേരത്ത് നമ്മുടെ മുമ്പിൽ മൂല്യബോധം വരും. അത് തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ. ഏതായാലും നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന് പണം ചോദിക്കുന്നത് തെറ്റല്ലേ എന്ന് ചിന്തിച്ചാലോ? 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12 രൂപയ്ക്ക് വിൽക്കുമ്പോൾ തമ്പുരാനത് പൊറുക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്നും മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റിംഗ് ഒരു കലയാണ്. ഓർക്കുക, നമ്മെ സംബന്ധിച്ച് മാർക്കറ്റ് ചെയ്യാൻ 3 രീതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. ഒന്നാമത്തേത് ഹോം ഷോപ്പ്. വീട്ടിലുണ്ടാക്കുന്നു, വീട്ടിൽ വെച്ച് വിൽക്കുന്നു. കസ്റ്റമേഴ്സിനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന കലാപരിപാടിയെ പറയുന്ന പേരാണ് ഹോം ഷോപ്പ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായ ഒരു ഹോം ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ഒരു സെയിൽസുകാരും വരുമില്ലെന്നേ, ഒരു പഞ്ചായത്തുകാരും വരുമില്ലെന്നേ. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പശുവിനുണ്ടാകുന്ന പാല് വിറ്റിട്ട് ഇന്ന് വരെ ആരും എന്നെ അറസ്റ്റ് ചെയ്യാനോ പേടിപ്പിക്കാനോ വന്നിട്ടില്ല. എനിക്ക് 8 പശുക്കളുണ്ട്, 65 ലിറ്റർ പാലുണ്ട്. രാവിലെ തന്നെ 14,000 രൂപ പോക്കറ്റിലിടുന്ന ആളാണ് ഞാൻ. എന്നെ ആരും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ഈ ഓണത്തിന് എൻ്റെ വീട്ടിൽ 250ഓളം വാഴകൾ കുലച്ച് നിൽക്കുക. ഓണത്തിന് വിട്ടും ജമ്മത്യാൻ കടയിൽ കൊണ്ടുപോയി കൊടുക്കൂലെന്നേ. എൻ്റെ വീടുകളിൽ കെട്ടി തൂക്കിയിടും, ഒരു ബോർഡും വെക്കും. എന്നെ ആരും അറസ്റ്റ് ചെയ്യാൻ വരുന്നില്ലെന്നേ. ഹോം ഷോപ്പ്. ഞാനുണ്ടാക്കുന്ന 100ലേറെ ഉൽപ്പന്നങ്ങളാണ് എൻ്റെ വീട്ടിൽ പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. 86 വയസ്സുള്ള എൻ്റെ അമ്മയാണ് അത് നോക്കണത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമുക്ക് എന്തുകൊണ്ടൊരു ഹോം ഷോപ്പ് ആയിക്കൂടാ? ഹോം ഡെലിവറി. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായ ആമസോൺ, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരായ ജെഫ് ബെസോസ്, അയാളുടെ ഉൽപ്പന്നങ്ങൾ അത്രയും വിൽക്കുന്നത് ആമസോണിലൂടെയാണ്. എന്തുകൊണ്ട് നമുക്ക് ആമസോൺ പോലെ അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ വിൽപ്പന നടത്തിക്കൂടാ? ശരീരമാസകലം തളർന്നു പോയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ തലയ്ക്കൊരു കുഴപ്പമില്ല, കണ്ണിനൊരു കുഴപ്പമില്ല, ചെവിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അയാളുടെ ശരീരമാകെ തളർന്ന് കിടക്കുക. കിടക്കപ്പായിൽ എഴുന്നേക്കാൻ പറ്റൂല. കിടക്കപ്പായിൽ തന്നെ മലമൂത്ര വിസർജനങ്ങൾ. ജോസഫ് എന്നയാൾക്ക് പേര്. അയാൾ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ചെയ്തുകൊണ്ട് വൈകുന്നേരമാകുമ്പോഴേക്കും 4,000 രൂപയുടെ കച്ചവടം നടത്തും. ആരുടെയെങ്കിലുമൊക്കെ നമ്പറുകൾ കണ്ടെത്തുക, അവരെ ഫോണിലൂടെ വിളിക്കുക, അവരുടെ ഉൽപ്പന്നത്തെ നിന്ന് പരിചയപ്പെടുത്തുക, സഹായിക്കണമെന്ന് പറയുക, ഓർഡർ എടുക്കുക, മറ്റൊരുത്തനോട് പറഞ്ഞ് ഉൽപ്പന്നം അവൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. എത്ര മനോഹരമായിട്ടാണ് ജോസഫ് ചേട്ടൻ പാലക്കാരനാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ 2 പെൺമക്കളെ നഴ്സിംഗ് പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടേന്നറിയാമോ? ഞാൻ പറയുന്നത്, കിടക്കപ്പായിൽ കിടക്കുന്നവന് പോലും സാധിക്കുന്ന ഒന്നാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം. സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കാശുണ്ടാക്കാൻ പഠിക്കണം. അല്ലാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. നമ്പർ 2, ചിലവാണ്.
ഓരോ നാളുകൾ കഴിയുന്നതും ചിലവുകൾ ഇങ്ങനെ കൂടി വരുമെന്നേ. നമ്മുടെ ചിലവുകൾ കൂടി വരും. മക്കൾ വളരുന്നു, ചിലവുകൾ കൂടുന്നു. കല്യാണം കഴിക്കുന്നു, ചിലവുകൾ കൂടുന്നു. അമ്മയ്ക്ക് പ്രായമേറുന്നു, ചിലവുകൾ കൂടുന്നു. വലിയ വീട് വെക്കുന്നു, വീണ്ടും ചിലവുകൾ കൂടുന്നു. പുതിയ വസ്ത്രങ്ങൾ വാങ്ങേണ്ടി വരുന്നു, ചിലവുകൾ കൂടുന്നു. ഒരിക്കലും ഈ ചിലവുകളൊന്നും കുറയാൻ പോകുന്നില്ലെന്നേ. ചിലവ് കുറയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ ജീവിതശൈലി നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ. അമിതമായ ചിലവുകൾ എവിടെയാണ്? ദുർവ്യയങ്ങൾ എവിടെയാണ്? തെറ്റായ വഴികളിലേക്ക് എവിടെയാണ് പണം ഒഴുകിപ്പോകുന്നത്? ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ അടുത്ത കാലത്ത് വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി 30 കോടി വെട്ടിച്ചെടുത്തൊരു സംഭവം മണപ്പുറം ഫിനാൻസിലുണ്ടായി. എവിടെ കാശ് പോയെന്നറിയാവോ നിങ്ങൾക്ക്? ആരെങ്കിലും ആ വാർത്ത വായിച്ചിരുന്നോ? പൈസ പോയത് എവിടെയാണെന്നറിയാമോ? റമ്മികളി. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്തെന്നറിയാമോ? ഇതുപോലെ എവിടെ നിന്നാണ് നമ്മുടെ പണം വരുന്നതെന്നും എവിടേക്കാണ് നമ്മുടെ പണം ഒഴുകിപ്പോകുന്നതും ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന ഒരു ലോകമാണ് കൺസ്യൂമബിൾ പ്രൊഡക്ട്സ്. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ കൺസ്യൂമബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുക. ലോകത്തെ ഏറ്റവും അധികം കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേരറിയാമോ നിങ്ങൾക്ക്? ആ കമ്പനിയുടെ പേര് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നാണ്. ഭൂലോക തട്ടിപ്പ് കമ്പനി. അവൻ്റെ പേരാണ് ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പ്, ഹിന്ദുസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ, പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നണേ? ഹിന്ദുസ്ഥാൻ, ഹിന്ദുക്കളുടെ സ്ഥാനം അഥവാ ഇന്ത്യ എന്നല്ലേ ആ കമ്പനിയുടെ പേര്. പക്ഷെ അത് ഇന്ത്യൻ കമ്പനിയല്ല കേട്ടോ, ബ്രിട്ടീഷ് കമ്പനിയാണ്. ലിവർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ് ഇന്നും ഈ ഉൽപ്പന്നം ഉണ്ടാക്കി ഇവിടെ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ? അവരാദ്യമായി കൽക്കത്തയുടെ തെരുവിൽ കൊണ്ടുവന്ന് വിറ്റ ഒരു ഉൽപ്പന്നമാണ് 1888 തുടങ്ങിയ സൺലൈറ്റ് എന്ന് പറയുന്ന സോപ്പിൻ്റെ കഥ. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മാർക്കറ്റ് മുഴുവൻ അവർ കേടിയിരിക്കുന്നു. ഈ ബ്രിട്ടീഷുകാർ അത്രയും നമ്മുടെ നാട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെ നമ്മൾ വാങ്ങൂ എന്ന് വാശി പിടിക്കുന്നതല്ലേ നമ്മുടെ ഗതികെട്ട സ്ഥിതിവിശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സർഫ് എന്ന് കേട്ടിട്ടുണ്ടോ? സർഫ് എക്സൽ എന്ന ലിക്വിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പിയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ മുഖത്തിടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അധികവും നമുക്കിവിടെ പണിതുണ്ടാക്കി തരുന്നത് ആരാ? ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾക്കറിയാമോ? ഇവിടെ നമ്മളും നമ്മുടെ മക്കളുമൊക്കെ തിന്നുകൂട്ടുന്ന ഭക്ഷണ സാധനങ്ങളിൽ 32% ഇവിടെ വിളമ്പിത്തരുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാ, പേര് നെസ്ലെ. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റി കൊടുക്കുന്ന വിഷത്തിൻ്റെ പേരാണ് ചൊറിലാക്ക്. എന്താണ് ഈ ചൊറിലാക്കിൻ്റെ മേന്മ? നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ സ്പൂണും കൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? വാ തുറന്നിങ്ങ് വരും. അമ്മമാരെന്താ പറയുന്നത്? എൻ്റെ മക്കൾ വേഗം വലുതാകണം, അവരൊന്ന് കണ്ണടയ്ക്കണം, കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അത്രയും പെട്ടെന്ന് മക്കൾ വലുതാകണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാര് കുത്തിക്കയറ്റി കൊടുക്കുന്ന ഈ തീറ്റ എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഈ അടുത്ത കാലത്ത് കോടതി കയറി നെസ്ലെ. കാരണം എന്താണെന്നറിയാമോ? അത് മുഴുവൻ പഞ്ചസാര. 450 രൂപ വില വരുന്ന നെസ്ലയുടെ ചൊറിലാക്കില് പകുതിയോളം വരുന്ന സാധനം എന്താ? പഞ്ചസാര. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ അമിതമായ പഞ്ചസാര കിട്ടിയാൽ വാരി വലിച്ചങ്ങ് തിന്നോളും. പഞ്ചസാര വെളുത്ത വിഷമാണ്. ഈ പഞ്ചസാര അകത്ത് നിന്നാൽ ദഹിക്കാൻ എന്ത് വേണം? ഇൻസുലിൻ വേണം. അതിന് ഇൻസുലിൻ ഇല്ലല്ലോ, അതിൻ്റെ പാങ്ക്രിയാസ് വളർന്നിട്ടില്ലല്ലോ. അമ്മ മുലപ്പാലിലൂടെയല്ലേ ഇൻസുലിൻ കൊടുക്കുന്നേ? അമ്മ മുലപ്പാൽ കൊടുക്കുന്നില്ലല്ലോ, ചൊല്ലാക്കുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ പ്രമേഹ രോഗിയായി മാറാതിരിക്കുന്നത്? അനേകം പെൺകുട്ടികളെ പ്രസവത്തിന് ആസ്പത്രിയിൽ എത്തിക്കുമ്പോൾ പരിശോധനയിൽ പറയുന്നു കുട്ടി ഡയബറ്റിക്കാണ്. ചെറിയ കുട്ടികളുടെ ഡയബറ്റിക് ശീലം എങ്ങനെ ഉണ്ടായി? ഒരു സത്യം കൂടെ നിങ്ങൾ അറിയണം, സങ്കടപ്പെടുന്ന സത്യമാണ് കേട്ടോ. മുസ്ലിമിനായാലും ക്രിസ്ത്യാനിക്കായാലും ഹിന്ദുവിനായാലും വരുന്ന രോഗത്തിൻ്റെ പേരാ പ്രമേഹം. പ്രമേഹം വന്നാൽ കുത്തിവെക്കും ഇൻസുലിൻ. എടുക്കുന്നത് പന്നിയിൽ നിന്നാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന സമാശയം എന്തെന്നറിയാമോ? എങ്ങനെയാണ് നമ്മളെ പന്നി തീറ്റക്കാരാക്കി അമേരിക്ക മാറ്റുന്നത് നിങ്ങൾക്കറിയാമോ? ഓരോ തീറ്റ സാധനങ്ങളും തിന്നുമ്പോൾ നിങ്ങൾ ഓർക്കുക, എന്തൊരു രുചിയാണെന്ന് പറയുന്നില്ലേ? മിക്കതിലും ലാർഡാണ്, പന്നിയുടെ നെയ്യാണ്. നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പലഹാരങ്ങളൊക്കെ ഈ പന്നിയാണ്. ലോകത്തെ മുഴുവൻ പന്നി തീറ്റുക എന്ന പ്രതികാരദാഹത്തോടെയാ അവർ ഈ പരിപാടിയൊക്കെ ചെയ്തുണ്ടാക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ജോൺസൺ ഒറ്റയ്ക്കല്ല, ജോൺസന്റെ കൂടെ ആരുണ്ട്? ജോൺസൺ ഉണ്ട്. അതിൻ്റെ കഥ അറിയാമോ നിങ്ങൾക്ക്? ജോൺസന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് കണ്ട് കെട്ടിയോളിട്ട് പോയി. കുറേ കാലം മോൾ അപ്പൻ്റെ കാശ് കിട്ടുമെന്നൊരു ജോൺസന്റെ കൂടെ നടന്നു. അവസാനം അപ്പൻ ശരിയല്ലെന്ന് കണ്ടത് കൊണ്ടോ അവൾ ശരിയെന്ന് തോന്നിയത് കൊണ്ടോ അവൾ തൂങ്ങിച്ചത്ത്. തീർന്നു, അവളുടെ കഥ തീർന്നു.
ഈ ജോൺസൺ എന്ന കമ്പനിക്ക് അവകാശികളില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീണ്ടാൽ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ കൊടുക്കുന്ന സമ്മാനപ്പൊതിയില്ലേ, ആ സമ്മാനപ്പൊതിയിൽ കുഞ്ഞ് തോറിയാൽ തീട്ടം തുടയ്ക്കാനുള്ള പാഡ് അതിനകത്തുണ്ടെന്നേ. കുഞ്ഞു മുള്ളിയാലും നൂറിയാലും 8 മണിക്കൂർ പുട്ടിക്കുട്ടി വെക്കാനുള്ള പാടും അവൻ തരുന്നേ. അതിൻ്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് പൗഡർ ഇടണം. അതിൻ്റെ ദേഹത്ത് തേച്ച് കൊടുക്കുന്ന ജോൺസൺസ് ബേബി ഓയിൽ എന്തെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? മണ്ണെണ്ണ. പരസ്യമായിട്ടല്ലേ പറയുന്നേ. നിങ്ങൾ പലരും എൻ്റെ ടോക്ക് ഡയലോഗ് എടുക്കുന്നുണ്ടല്ലോ. ഐ ഡോണ്ട് കെയർ. സത്യം പറയാൻ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ മണ്ണെണ്ണയല്ലേ കുഞ്ഞിൻ്റെ ദേഹത്ത് തേക്കുന്നത്? ഈ വൈറ്റ് ഓയിൽ തേച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കറുത്തു പോവില്ലേ? കറുത്തു പോകുന്ന കുഞ്ഞുങ്ങൾ വെളുപ്പിക്കാനല്ലേ ജോൺസൺ ബേബി ക്രീം തരുന്നത്. പിന്നെ എന്താ കുഴപ്പം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ കമ്പനി നമ്മളെ ചൂഷണം ചെയ്യുന്നു. ജോൺസൺ ഒരു ബേബി സോപ്പ് തരും. നമ്മുടെ കുഞ്ഞിൻ്റെ ഓയിലി ആയിരിക്കുന്ന അതിസുന്ദരമായ ശരീരത്തിൽ ജോൺസന്റെ ബേബി സോപ്പ് തേച്ചിട്ട് വരണ്ട ചർമ്മമാകുമ്പോൾ ജോൺസൺ നമുക്ക് എന്ത് തരും? ക്രീം തരും. പട്ടി മതി എന്ന് പറയും. അവസാനം നമ്മുടെ കുട്ടിക്ക് ആദ്യത്തെ ആർത്തവം കാണുമ്പോൾ അമ്മമാർ സമ്മാനിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണെന്ത്? കെയർ ഫ്രീ. ഈ കെയർ ഫ്രീ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ കെയർ ഫ്രീ എന്ന സാധനം മണിക്കൂറുകളോളം വെച്ച് കെട്ടിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും അബറേഷനും ഒക്കെ 5-8 തരം മരുന്നാണ് ജോൺസൺ കടയിൽ വിൽക്കാൻ വെച്ചേക്കണേ. ഓർക്കുക, നമുക്കൊരു കടപ്പാടില്ലേ നമ്മുടെ സമൂഹത്തോട്, ഈ ജനതയോട്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരൊറ്റ പോയിന്റിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണമാണ് പ്രശ്നം. പണം തന്നെയാണ് പ്രശ്നം. ഈ പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്, തെണ്ടുക എന്ന വഴി. ആരോടെങ്കിലും ഇരക്കുക. തരുമോ എന്ന് ചോദിക്കാൻ. മദർ തെരേസയെ പറ്റി ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ആഹാരമില്ലാതെ ഒരു അരിക്കച്ചവടക്കാരൻ്റെ അടുക്കൽ അരി ചോദിച്ചു ചെന്നപ്പോൾ അയാൾ കാർപ്പിച്ചവിടെ മുഖത്തൊരു തുപ്പ കൊടുത്തു. ആ തുപ്പലേറ്റെടുത്ത് തുടച്ചു കളഞ്ഞ് മദർ തെരേസ പറഞ്ഞു, എനിക്കുള്ളതല്ലേ തന്നത്, എൻ്റെ മക്കൾക്കുള്ളത് തന്നില്ലല്ലോ, അതും കൂടെ തരാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാം നിങ്ങൾക്ക്? ഒരു വണ്ടി വിളിച്ച് 5 ചാക്കരി അയാൾ ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ ഇങ്ങനെ എരന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് സെൽഫ് സസ്റ്റൈനബിൾ ആകേണ്ടതുണ്ട്. വരുമാനത്തെ കൂട്ടുകയും ചിലവിനെ ചുരുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പണം ബാക്കിയാകും. ഈ ബാക്കി വരുന്ന പണത്തെ മിച്ചം എന്ന് വിളിക്കാം, സർപ്ലസ്. ഇത് നല്ല നാളേക്ക് മാറ്റിവെച്ചാൽ അതിന് പറയുന്ന പേരാണ് സമ്പാദ്യം, സേവിങ്. ഈ സമ്പാദ്യം പണമായി വെച്ചാൽ ഒഴുകിപ്പോകും. അതുകൊണ്ട് വിവരമുള്ളവർ സമ്പാദ്യം നിക്ഷേപിക്കും, ഇൻവെസ്റ്റ്മെന്റ്. നിക്ഷേപിച്ചാൽ ഉറപ്പ് അത് ഡെൽറ്റ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ നിക്ഷേപം വളരും. അങ്ങനെ വളരുന്ന ഒരു നിക്ഷേപ പദ്ധതികളിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാകൂ. ഓർക്കുക, ഒരു കുഞ്ഞിനെ നിങ്ങൾ തയ്യൽ പഠിപ്പിച്ചാൽ മതി, അത് രക്ഷപ്പെടും. എന്നോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നു, പിള്ളേർ ചോദിക്കുന്നു, ജാറെന്താ എപ്പോഴും ജുബയിടുന്നതെന്ന്. ഞാൻ പറയും, മക്കളെ സിബില്ല. എന്താ സിബില്ലാത്തത്? അത് പോയിട്ട് കുറേ നാളായി. അതൊന്ന് മാറ്റാൻ തുണിക്കടയിൽ കൊണ്ടു ചെല്ലുമ്പോൾ തുണിക്കാരൻ പറയുന്നു, കൊണ്ടുപോവാ, ഇവിടെ പഴയ പരിപാടിയില്ലെന്ന്. വേറെ തുണിക്കടയിൽ കൊണ്ടുവന്ന് കൊടുത്തു. അയാൾ വാങ്ങി 150 രൂപ ഒരു സിബ് വെക്കാനായിട്ട്. അന്ന് തീരുമാനിച്ചു, ഇനി സിബ് വേണ്ട. ഞാൻ സൂചിപ്പിച്ച കഥ എന്തെന്നറിയാമോ? ഒരു സിബ് മാറ്റിക്കൊടുക്കാൻ ഇതുപോലെ. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾ തയ്യൽ പഠിപ്പിച്ചാൽ ആ കുഞ്ഞിന് തയ്യൽ നടത്തി ജീവിക്കാൻ പറ്റും, അല്ലേ? ഐ ബിലീവ് ഇൻ ജീസസ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയാണ്. അയാളെ പറ്റിയൊരു വാചകം ഞാൻ എൻ്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൈ ബോസ് ഇസ് എ ജൂയിഷ് കാർപ്പൻ്റർ. അയാൾ ആശാരി പണിക്കാരനായിരുന്നു. അവൻ്റെ അമ്മ മറിയം തുന്നൽക്കാരി മേരി ആയിരുന്നു. അവൻ്റെ അപ്പൻ ജോസഫ് തച്ചൻ ഔസേപ്പായിരുന്നു. 30 വയസ്സ് വരെ യേശുവിൻ്റെ ഉപജീവന മാർഗം ആശാരിപ്പണിയായിരുന്നു. പ്രവാചകനായ നബിയെ പറ്റി ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഖുറാനും ഗീതയും ബൈബിളും ഒക്കെ എൻ്റെ വീടെല്ലാം വായിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മുഹമ്മദ് നബി ജനിച്ചത് ഖുറൈശി വംശത്തിലാണ്. ആട്ടടയന്മാരുടെ ജന്മമായിരുന്നു അത്. ആട്ടടയൻ്റെ ജന്മം എന്താണെന്നറിയാൻ നിങ്ങൾ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചാൽ മതി, അല്ലെങ്കിൽ പോയി കണ്ടാൽ മതി. എന്ത് ഗതികെട്ട ജീവിതത്തിലൂടെയാണ് മരുഭൂമിയിലെ ആടുമേയ്ക്കുന്ന ആളുകൾ പോയിട്ടുള്ളത്. എൻ്റെ കണ്ടുകൊണ്ട് എനിക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി പിന്നീട് വ്യാപാരിയായി മാറിയതാണ് ചരിത്രം. വ്യാപാരി ആകുന്നതിൻ്റെ പിന്നിലെ പിന്നാമ്പുറം ഖദീജയാണെന്ന് മറക്കരുത്. നബിയെ ഇത്രയും മിടുമിടുക്കനായ വ്യാപാരിയാക്കി മാറ്റുന്നത് ഭാര്യ ഖദീജയാണെന്ന് മറക്കരുത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമുക്കൊരു പാരമ്പര്യമുണ്ട്. എന്ത് പാരമ്പര്യം? വ്യാപാരത്തിൻ്റെ, ബിസിനസ്സിൻ്റെ പാരമ്പര്യം. ഈ അടുത്ത ദിവസം കൃഷ്ണ ജയന്തി കഴിഞ്ഞു, ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു, അല്ലേ? ഭഗവാൻ കൃഷ്ണൻ ജയന്തി യദുകുലത്തിലാണ്. പൈക്കള മേക്കല അവരുടെ കുലത്തൊഴിൽ. കൃഷ്ണൻ്റെ കൂട്ടുകാർ മുഴുവൻ ഗോപികമാരായിരുന്നു. ഞാൻ പറയുന്നത്, ഈ ദൈവങ്ങളും പ്രവാചകന്മാരും ഒക്കെ മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചെങ്കിൽ എന്തിനാണ് നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കുന്നത് എന്നൊരു ചോദ്യം.
നമ്മുടെ ഓർഫണേജുകളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ, ഇത് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയൊരു വാക്കാണ് കുടുംബം കുട്ടിയുടെ അവകാശമെന്ന്. ഓരോ കുട്ടിക്കും നിങ്ങൾ അഡോപ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ അഡോപ്ഷൻ എന്ന ഏജൻസിയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തതാണ്. ഈ അഡോപ്ഷനിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അച്ഛനമ്മമാരില്ലാത്ത കുട്ടികൾക്ക് അച്ഛനമ്മമാരെ കിട്ടി, മക്കളില്ലാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആരെ കിട്ടി? മക്കളെ കിട്ടി. എന്ത് സുന്ദരമായൊരു പദ്ധതിയാണല്ലേ. അതുകൊണ്ട് ഒരു അനാഥാലയത്തിൻ്റെ 4 മതിൽക്കെട്ടുകൾക്കകത്ത് തളച്ചിടേണ്ട ജന്മങ്ങളല്ല കുട്ടികൾ എന്ന തിരിച്ചറിവ്. ഒരു റിഹാബിലിറ്റേഷനിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകണം. ഈ കുട്ടികൾ തിരികെ വീട്ടിലെത്തിയാൽ മാതാപിതാക്കൾ വല്ലാത്തൊരു കെട്ടുപാടിലാവും. കാരണം ഈ കുട്ടികളെ എങ്ങനെ പോറ്റും? അവരുടെ ആഹാരം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ തൊഴിൽ എങ്ങനെ? അവിടെയാണ് നമ്മൾ അവരുടെ വീടുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. നമ്മളതിനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റിഹാബിലിറ്റേഷൻ എന്ന് പറയും. നമ്മളതിനെ പറയുന്ന വാക്കാണ് CBR, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിഹാബിലിറ്റേഷൻ. ഇത്തരം കുട്ടികളുടെ ഉത്തരവാദിത്വം ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഏറ്റെടുക്കട്ടെ. ഈ ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി നമ്മൾ മാതാപിതാക്കളെ സാമ്പത്തികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായും വൈകാരികമായും ഒക്കെ നമുക്ക് അവരെ ഒന്ന് ശക്തിപ്പെടുത്താം. അവരുടെ കുട്ടികളെ അവർ നോക്കുന്ന കപ്പാസിറ്റിയിലേക്ക്, അതായത് നിന്റെ പ്രശ്നം നീ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, സാമ്പത്തിക പ്രശ്ന പരിഹരണം എന്ന് പറയുന്നത് ആരുടെയും മുമ്പിൽ കൈനീട്ടി കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടുപോയി കൊടുക്കലല്ല. ഒരു ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അടിത്തറ എവിടെ പാകിയത് ക്രിസ്ത്യൻസാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ അതായത് കേരളത്തിൽ സാമൂഹ്യ പ്രവർത്തനം പഠിപ്പിക്കുന്ന ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് കളമശ്ശേരിയിലെ രാജഗിരി കോളേജാണ്. അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നത്. കേരളത്തിൽ 2ാമത്തെ സാമൂഹ്യ പ്രവർത്തന പരിശീലന സ്ഥാപനം എന്ന് പറഞ്ഞിരുന്ന ലയോള കോളേജാണ്. ഞാൻ അവിടെ പഠിച്ചത്. നിങ്ങൾക്കറിയാമോ, ആ കോളേജ് തുടങ്ങി 25 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് സാമൂഹ്യ പ്രവർത്തനം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ രംഗത്ത് വരുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എല്ലാ രൂപതകളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തന പശ്ചാത്തലങ്ങളും ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷേ ക്രിസ്തുമതത്തിൻ്റെ പോക്കത്ര പന്തിയല്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചെങ്കിലും എല്ലാം കൈവിട്ടു പോവുകയാണ്. വിദ്യാഭ്യാസം അവരുടെ കൈവിട്ടു പോയി, ആരോഗ്യരംഗം അവരുടെ കൈവിട്ടു പോയി, സാമൂഹ്യ പ്രവർത്തന രംഗവും അവരുടെ കൈവിട്ടു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കറിയാമോ? വളരെ സങ്കടത്തോടെ പറയട്ടെ, വിദേശ രാജ്യങ്ങളിൽ പോയി തെണ്ടിക്കെട്ടിക്കൊണ്ടുവന്ന് നക്കാപ്പിച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയതാണ് നമ്മുടെ അധികം സാമൂഹ്യ പ്രവർത്തനങ്ങളും. ആരെങ്കിലുമൊക്കെ നീട്ടിത്തന്ന സംഭാവനകൾ കൊണ്ട് പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി പങ്കിട്ട് വിതരണം ചെയ്ത് കൊടുത്തൊരു സംവിധാനം നിലനിൽപ്പുള്ളതല്ല. ഇന്ന് മുസ്ലിങ്ങളായ നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിലനിൽക്കില്ല. നമ്മുടെ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള പ്രാപ്തി ആ കുട്ടികളിലേക്ക് പകരണം. ചെറിയ പ്രായം മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും പൊടിക്കുഞ്ഞുങ്ങൾ പിസിക്കൾച്ചർ, മീൻ വളർത്തൽ നടത്തുന്നുണ്ട്. അല്പം മുതിർന്ന കുട്ടികൾ ലവ് ബേർഡ്സിനെ വളർത്തുന്നുണ്ട്. അതിനേക്കാൾ മുതിർന്ന കുട്ടികൾ വളർത്തുന്നത് കോഴികളെയാണ്. അതിനേക്കാൾ മുതിർന്ന കുട്ടികൾക്ക് ഞങ്ങൾ ആട് വളർത്തൽ കൊടുത്തിരിക്കുന്നു. അതിനേക്കാൾ മുതിർന്ന കുട്ടികളാണ് പശുവിനെ നോക്കുന്നത്. ഭാവിയിൽ ഒരു പണിയും കിട്ടിയെങ്കിൽ പിള്ളേരെന്ത് ചെയ്യും? ഇത് ചെയ്യും. എന്തെല്ലാം തൊഴിലുകളിലൂടെയാണ് ഈ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ച് കടന്നു എടുത്തുവിടുന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വയം പര്യാപ്തരാക്കാൻ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരേ ഒരു കാര്യം തൊഴിൽ പരിശീലനമാണ്. നമ്മുടെ വിദ്യാഭ്യാസം അത്തരം തൊഴിൽ പരിശീലനം കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ സ്കൂളുകൾക്കോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ ഇല്ല. നിങ്ങളെ ചാലക്കുടിയിലെ ബദൽ ജീവിത പഠന കേന്ദ്രത്തിലേക്ക് ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരതാണ് ബദൽ ജീവിത പഠന കേന്ദ്രം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൻറ്റർ ഫോർ ഓൾട്ടർനേറ്റ് ലേണിംഗ് ആൻഡ് ലിവിങ്. വ്യത്യസ്തമായ ഒരു ചിന്തയിലൂടെ, വ്യത്യസ്തമായ പ്രവർത്തന ബന്ധാവിലൂടെ ആളുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്ന് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സാമ്പത്തിക ദുരന്തം അനുഭവിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാം. ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരിക്കലും അതിൻ്റെ വാതിലുകൾ അടയ്ക്കില്ല. അത് ചാരി ഇട്ടിട്ടുണ്ടാകുള്ളൂ. നിങ്ങൾ പോയി ഇങ്ങനെ തള്ളിയാൽ അത് തുറന്നു കിടക്കും. കാരണം അത് അടയ്ക്കുന്ന പരിപാടിയില്ല. അവിടെ നമ്മൾ പ്രധാനമായും ചെയ്യുന്ന പരിപാടി ഇതാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കുറേ പരിപാടികൾ പഠിപ്പിക്കുന്നു. സ്ഥാപനത്തിൻ്റെ പ്രത്യേകത, താമസം ഫ്രീ ആണ്, ഭക്ഷണം ഫ്രീ ആണ്, പരിശീലനം ഫ്രീ ആണ്. കോഴിക്കോട്ട് നിന്നാണ് വരുന്നതെങ്കിൽ 120 രൂപ തരും വരാനും പോകാനുമുള്ള പൈസ. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിട പറയുമ്പോൾ, ഒരു മാസം പൂർത്തി വിട പറയുമ്പോൾ 10,000 രൂപയുടെ റോ മെറ്റീരിയൽ തരും ഫ്രീ ആയിട്ട്. അതിനും പൈസയില്ല. അപ്പോൾ ചിലർ ചോദിക്കുന്നു, ഇതെങ്ങനെ സാറ് മാനേജ് ചെയ്യുന്നു? സാറിന് ഒരു സാമ്പത്തിക സഹായമില്ല. വരുന്നവൻ അന്തസ്സായി പണിയെടുപ്പിക്കും. അവനെ കൊണ്ട് അവൻ്റെ പ്രശ്നം അവൻ പരിഹരിക്കും. അവൻ ഉണ്ടാക്കിയ കാശും കൊണ്ട് അവൻ എന്ത് ചെയ്യും? അവനങ്ങ് പോകും.
അത്രയുള്ള ഈ പരിപാടി. അല്ലാതെ നമ്മളവന് സൗജന്യ ഭക്ഷണവും കൊടുത്ത്, നമ്മളവനെ സൗജന്യമായി പഠിപ്പിച്ച്, നമ്മളവനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ. അവൻ പണിയട്ടെ, അവൻ്റെ പ്രശ്നം അവൻ പരിഹരിക്കട്ടെ. അങ്ങനെ രക്ഷപ്പെട്ടു പോയി ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളുടെ വീട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. വീട്ടിലെ ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 100-ലധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആളുകളെ പരിശീലിപ്പിക്കുന്നു. ഒരൊറ്റ ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ, രാവിലെ 10 മുതൽ 5 വരെ തന്നാൽ 10 പ്രൊഡക്ട്സാണ് നമ്മൾ പഠിപ്പിക്കുക. ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നത് 10 പ്രൊഡക്റ്റുകളാണ്. 10 വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അത് സംരംഭകനാകാനുള്ള മോട്ടിവേഷനാണ്, എടുക്കേണ്ട സംരംഭങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്, ഇത്തരം സംരംഭങ്ങൾ നടത്തുന്നവരറിഞ്ഞിരിക്കുന്ന നിയമവശങ്ങളാണ്, ഇതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങളാണ്, ഇതിനാവശ്യമായിരിക്കുന്ന തിയററ്റിക്കൽ ഇൻപുട്ട് സയൻസും ഫിസിക്സും ബയോളജിയും ഒക്കെയാണ്. 10 പ്രൊഡക്റ്റുകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും, ഉണ്ടാക്കാൻ കാണിച്ചു തരും. ഇതിൻ്റെ പാക്കിംഗ്, ലൈസൻസും പാക്കിംഗ് കാര്യങ്ങളും, ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, അവസാനമായി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു എത്തിക്സാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ പഠിപ്പിക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞ സോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ സോപ്പ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെൻ്റെ വീട്ടിൽ ജനിച്ച കുഞ്ഞാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ സൂരജ് എന്ന് പറയുന്ന സുഹൃത്താണ് ആദ്യമായി ഇത് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ആരംഭിച്ചത്. അത് വൻ വിജയമായപ്പോൾ കേരളം മുഴുവൻ അങ്ങ് പ്രചരിച്ചു. അതിന് പുറമെ ഒരു മുസ്ലിം സുഹൃത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫോർമുല വെച്ച്, സെൻട്രൽ ജയിലിൽ നിന്ന് തിരിച്ചു വന്നയാളാണ്, അയാൾ നിങ്ങളുടെ ഫോർമുല വെച്ച് ഞങ്ങൾ പിയേഴ്സ് സോപ്പിൻ്റെ ഫോർമുല ഡെവലപ്പ് ചെയ്തു. ഇന്ന് കേരളത്തിൽ ചാവറ് കണക്കിനാണ് ഈ സോപ്പ് മാർക്കറ്റ് കീഴടക്കിയിരിക്കുന്നതും വൻകിട കമ്പനികളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതും. ഞങ്ങൾ പിയേഴ്സ് സോപ്പൊക്കെ വിൽക്കുന്നത് ഒറ്റ കൈക്ക് 10 രൂപയ്ക്കാണ്. കടയിലെ വില 48 രൂപ. അപ്പോൾ എന്തായാലും വീണ്ടും കണ്ടുമുട്ടാൻ തമ്പുരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്.